ഹലോ ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഷബീർ പുള്ളിയിൽ. എല്ലാവരും സുരക്ഷിതരാണെന്ന് കരുതുന്നു. അങ്ങനെ ആവുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അല്പദിവസം പല കാരണങ്ങൾ കൊണ്ട് വീഡിയോ ചെയ്യാൻ സാധിച്ചിരുന്നില്ല. ഇപ്പോൾ വീണ്ടും സജീവമായി മുന്നോട്ട് വരികയാണ്. ഇന്ന് ഉദ്ദേശിക്കുന്ന വിഷയം ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചാണ്. ദാമ്പത്യം എന്നത് യഥാർത്ഥ ജീവിതത്തെയാണ് എല്ലാവരും വിശേഷിപ്പിക്കാറുള്ളത്. അതല്ലാത്തതൊന്നും യഥാർത്ഥ ജീവിതം അല്ല എന്നല്ല, മറിച്ച് ജീവിതത്തിൻ്റെ കോണുകളിലൂടെ കയ്പും മധുരവും നുകർന്ന് ജീവിക്കണമെങ്കിൽ ദാമ്പത്യ ജീവിതം ജീവിച്ചു തന്നെ പറ്റും. അപ്പം അതുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് എങ്ങനെയാണ് മധുരമുള്ള ജീവിതത്തിലേക്ക് അടുക്കാൻ സാധിക്കുക, അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്ക് കയ്പുളവാക്കുന്ന രീതിയിൽ ജീവിതത്തിൽ വന്നു ചേരുന്നത്, അത് ഏത് രീതിയിലാണ് നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുക, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളും അതിൻ്റെ പരിഹാരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാനും മുന്നോട്ട് വെക്കാനും ഉദ്ദേശിക്കുന്നത്. ഒരിക്കൽ കൂടി എല്ലാവരെയും വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോകൾ നിങ്ങൾ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനും ഷെയർ ചെയ്യുന്നതിനും മറക്കരുത് എന്ന് അഭ്യർത്ഥിക്കുക കൂടി ചെയ്യുകയാണ്. ഓക്കെ, ദാമ്പത്യ ജീവിതത്തിൽ നമുക്ക് ചർച്ച ചെയ്യപ്പെടേണ്ടത് എന്ത് ചെയ്യരുത് അല്ലെങ്കിൽ എങ്ങനെ ആവരുത് എന്നതുപോലെ തന്നെ എങ്ങനെ ആവണം എന്നുള്ളത് കൂടിയാണ്. അങ്ങനെയുണ്ടല്ലോ. അപ്പോൾ ചില കാര്യങ്ങൾ നമ്മളിപ്പോൾ പറയുന്നത് എങ്ങനെ ആവണം എന്നുള്ളതാണ്. അതിൻ്റെ ഓപ്പോസിറ്റ് നമ്മൾ ചിന്തിക്കപ്പെടുകയാണെങ്കിൽ സ്വാഭാവികതയിൽ അത് ദാമ്പത്യത്തെ കഷ്ടപ്പാടുകളിലേക്കോ പ്രയാസങ്ങളിലേക്കോ നയിക്കാനിടയുണ്ട്. അപ്പോൾ സൂക്ഷിച്ചാൽ ദുഃഖിക്കാത്ത രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയും ചെയ്യും. യഥാർത്ഥത്തിൽ രണ്ട് കോണിലുള്ള രണ്ട് വ്യക്തികൾ ഒരേ ലെവലിലേക്ക്, യഥാർത്ഥത്തിൽ ദാമ്പത്യം എന്ന് പറയുമ്പോൾ രണ്ട് വിഭാഗത്തിൽപ്പെട്ട, അഥവാ ഒരു സ്ത്രീയും ഒരു പുരുഷനും വേറെ വേറെ കോണിൽ നിന്ന് ഒരു ഭാഗത്തേക്ക് ഒരുമിച്ച് ചേരുകയാണ്. അപ്പം അങ്ങനെ പറയുമ്പോൾ ഈ രണ്ട് വ്യക്തികൾക്കും പ്രത്യേകം സ്വഭാവങ്ങളുണ്ട്, ഈ രണ്ട് വ്യക്തികൾക്കും പ്രത്യേക ശീലങ്ങളുണ്ട്, പ്രത്യേക കാഴ്ചപ്പാടുകളുണ്ട്, വ്യത്യസ്തമായ ജീവിത ശൈലിയുണ്ട്, ജീവിത രീതിയുണ്ട്, സംസാര ശൈലിയുണ്ട്, ഇടപെടലുകളുണ്ട്, ബന്ധങ്ങളുണ്ട്, എല്ലാം വ്യത്യസ്തമാണ്. ഇതൊരു നിശ്ചിത പ്രായത്തിൽ ഇത്തരത്തിലുള്ള രണ്ടാളുകൾ അവരവരുടെ രക്ഷിതാക്കളുടെയും അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരുടെയും ഒക്കെ അറിവോടുകൂടി ഇവർ ഒന്നായി മാറുകയാണ് അല്ലെ. യഥാർത്ഥത്തിൽ 1+1 എന്ന് പറഞ്ഞിട്ടുള്ള, അല്ലെങ്കിൽ 1+1 അതൊരു ഒരുമ എന്നുള്ള രീതിയിലേക്ക് മാറണം. ഒന്നും കൂടുമ്പോൾ രണ്ടാവുകയല്ല ചെയ്യുന്നത്. ഇങ്ങനെ ഒരു ഒരുമയിലേക്ക് ദാമ്പത്യ ജീവിതം എത്തിക്കഴിയുമ്പോൾ സ്വാഭാവികതയിൽ ഒരുപാട് ചേർച്ച കുറവുകൾ അവിടെ സംഭവിക്കാം. ഇതൊരു നിമിത്തമായിട്ട് എത്തിപ്പെടുകയാണല്ലോ. ഏതൊരു നിമിത്തത്തിലും അല്ലാതെ നമ്മൾ ഇഷ്ടപ്പെട്ടിട്ട് വിവാഹം ചെയ്യുകയാണെങ്കിലൊക്കെയും ഈ വ്യത്യസ്ത സ്വഭാവമുള്ള, വ്യത്യസ്ത ഗർഭപാത്രത്തിൽ ജനിച്ച ആളുകൾ എന്നുള്ള നിലയ്ക്ക് വ്യത്യസ്ത സ്വഭാവം അവിടെ കാണിക്കും. ഇതിനെ ഏത് രീതിയിലാണ് നമുക്ക് പരസ്പരം മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ സാധിക്കുക എന്നതാണ് ഇന്നത്തെ പ്രധാന വിഷയം അല്ലേ. അപ്പോൾ ഒന്നാമതായിട്ട് ദാമ്പത്യത്തെ മധുരമുള്ളതാക്കാൻ ഒന്നാമതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്തെന്ന് പറഞ്ഞാൽ, ആ പോയിന്റ് ഇതാണ്: ആസ്വാദന ശേഷിയുള്ളവരാവുക എന്നതാണ്. എങ്ങനെ ആസ്വദിക്കുക? പരസ്പരം ആസ്വദിക്കുക എന്നുള്ളതല്ല, നമ്മുടെ ദുഃഖവും നമ്മുടെ സന്തോഷവും ഒക്കെ ആസ്വദിക്കാനുള്ള ഒരു ശേഷിയാണ് നമ്മൾ വളർത്തേണ്ടത്. എങ്ങനെ ദുഃഖത്തെ ആസ്വദിക്കുക, എങ്ങനെയാണ് സന്തോഷത്തെ ആസ്വദിക്കുക, അഥവാ ഷെയർ ചെയ്ത് പരസ്പരം പറഞ്ഞ് മനസ്സിലാക്കി, ആർക്കെങ്കിലും ഒരാളെ ബന്ധപ്പെടുത്തി ഉണ്ടായതാണെങ്കിലും രണ്ടാൾ കൂടി അത് ഷെയർ ചെയ്ത് അതിനൊരു ആസ്വാദന ശേഷിയുള്ളതാക്കി മാറ്റി പരസ്പരം പറഞ്ഞും കണ്ടും കൊടുത്തും അത് തീർക്കുകയാണ് ജീവിതത്തിലെ ദാമ്പത്യത്തിന്റെ മധുരമുള്ളതാക്കാൻ ഒന്നാമത്തെ വഴി. അഥവാ ഈ ആസ്വാദന ശേഷി നമ്മളിലേക്ക് വർദ്ധിക്കണം. എന്തെങ്കിലും ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോഴേക്ക് അതിന് പൊരുത്തപ്പെടാൻ കഴിയാത്ത രീതിയിലേക്ക് അടിയറവ് വെച്ച് ജീവിതം കോഞ്ഞാട്ടാക്കി മാറ്റുന്ന ഒരു രീതിയല്ല നമ്മൾ സ്വീകരിക്കേണ്ടത്. പരസ്പരം പറഞ്ഞും മറ്റും അതിനെ ആസ്വദിച്ച് ഇതൊക്കെ ജീവിതത്തിന്റെ ഭാഗമാണ് എന്നുള്ള തിരിച്ചറിവോടുകൂടി ജീവിക്കുമ്പോഴാണ് അതിനെ മധുരമുള്ളതാക്കി മാറ്റാൻ സാധിക്കുക എന്നതാണ്. ഇനി മറ്റൊരു കാര്യത്തിലേക്ക് നിങ്ങളെ ശ്രദ്ധ കൊണ്ടുപോവുകയാണ്. സ്വാഭാവികതയിൽ ഇവിടെ സംഭവിക്കുന്ന ഒരു കാര്യം ഈഗോയാണ്. ഈ രണ്ട് വ്യക്തികൾ, അതിപ്പോൾ പുരുഷനാവാം സ്ത്രീക്കാവാം, അഥവാ ഭർത്താവിനാവാം ഭാര്യക്കാവാം, ഈഗോ ക്ലാഷ് അല്ലെങ്കിൽ ഈഗോ വരാൻ സാധ്യതയുണ്ട്, തമ്മിൽ ക്ലാഷ് ആവാൻ വരാൻ സാധ്യതയുണ്ട്.
ഉദാഹരണമായിട്ട് ജോലിയുള്ള ഒരാളാവുമ്പോൾ ഞാനാണ് കുടുംബം പോറ്റുന്നത്, അല്ലെങ്കിൽ ഞാനാണ് കാര്യങ്ങൾ നിയന്ത്രിക്കേണ്ടത്, സാമൂഹിക കാഴ്ചപ്പാട് അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭർത്താവ് ചിലപ്പോൾ എല്ലാത്തിലും കയറിയിട്ട് ഭയങ്കര ഓവർ സ്മാർട്ട് ആവുന്ന ഒരവസ്ഥ ഉണ്ടാവാറുണ്ട്. നേരെ ഓപ്പോസിറ്റ് ഭാര്യ ജോലിയുള്ളവളാണെങ്കിൽ അവൾ പറയും ഞാനില്ലെങ്കിൽ കാണാമായിരുന്നു, അല്ലെങ്കിൽ പ്രശ്നങ്ങളാകുമായിരുന്നു എന്നുള്ള രീതിയിൽ. അതിനിടയ്ക്കിടയ്ക്ക് എടുത്തു പറയുന്ന ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന ഒരവസ്ഥ അതും ഉണ്ടാവാറുണ്ട്. അത് പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും പൊരുത്തപ്പെടാൻ സാധ്യതയില്ലാത്തൊരു സ്വഭാവമാണ്. എൻ്റെ കെയർ ഓഫിലാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് ഭാര്യ പറയുമ്പോൾ ഒരു സമയത്താണ് അത് പൊരുത്തപ്പെടേണ്ടതാണ്, പക്ഷേ സാധ്യത കുറവുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക എന്ന് വെച്ചാൽ, ഈഗോ, അഹംഭാവം എന്നുള്ള ആ ഒരു ഘടകം നമുക്ക് മാറ്റിയെടുക്കുകയാണ് വേണ്ടത്. പരസ്പരം പൊരുത്തപ്പെട്ട് കഴിഞ്ഞാൽ ഇവിടെ ഒന്നൊരു ഘടകമേ അല്ല. ആരുടെ കെയർ ഓഫ് ആണെങ്കിലും ഇവിടെ ഒന്നാണല്ലോ. ഒന്നിൽ നിന്ന് നമുക്കുണ്ടാകുന്ന മക്കള്, നമ്മുടെ മറ്റു രക്ഷിതാക്കൾ, നമ്മുടെ വീട്ടിലെ മറ്റംഗങ്ങൾ, കുടുംബാംഗങ്ങൾ, ഇവരെയൊക്കെ നമ്മൾ സാമൂഹിക കാഴ്ചപ്പാടിലുപരി നമ്മുടെ ഉത്തരവാദിത്തമായി നമ്മൾ കൊണ്ടു നടക്കുകയാണ്. അപ്പോൾ സ്വാഭാവികതയിൽ നമുക്കുണ്ടാകുന്ന ഈ ഒരു ഉത്തരവാദിത്തത്തെ നമ്മൾ ആരെങ്കിലും ആയിട്ടെങ്കിലും അത് വീട്ടണം, അല്ലെങ്കിൽ അത് ചെയ്തു തീർക്കണം എന്നുള്ള ഉത്തരവാദിത്ത ബോധം രണ്ടാളിലും ഉടലെടുക്കുമ്പോഴാണ് അതൊരു ഗുണപരമായ ദാമ്പത്യ ജീവിതമായിട്ട് മാറുക. ഇതൊരിക്കലും ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം അടിയറ വെക്കേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ ഭാര്യയാണ് ഞാൻ വീട്ടിൽ ഒതുങ്ങുന്നു എന്നുള്ള രീതിയിൽ അതും അടിയറ വെക്കേണ്ട കാര്യമില്ല. പരസ്പരം മനസ്സിലാക്കിയാൽ തീരാവുന്ന പ്രശ്നമേ ഇതിനിടയിൽ ഉള്ളൂ എന്നതാണ് നമ്മൾ തീർച്ചയായിട്ടും തിരിച്ചറിയേണ്ടത്. പ്രധാനപ്പെട്ട ഒരു കാര്യം, അഥവാ മൂന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, ഡിസിഷൻ എടുക്കുന്ന സമയത്ത് എന്താവട്ടെ, ഇപ്പൊ നമ്മളെ ജീവിതവുമായി ബന്ധപ്പെടുത്തിയിട്ട് കുടുംബപരമായിട്ടുള്ള വീട്ടിലേക്ക് വാങ്ങുന്ന സാധനമാവട്ടെ, വീട് വെക്കുന്ന കാര്യമാവട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും യാത്ര പോകുന്ന കാര്യമാവട്ടെ, അല്ലെങ്കിൽ പൊതുവായിട്ട് നമ്മൾ മക്കളുടെ വിദ്യാഭ്യാസ അല്ലെങ്കിൽ സാമൂഹികമായിട്ടുള്ള കാര്യമാവട്ടെ, എന്താണെങ്കിലും ഇത് ഭാര്യയും ഭർത്താവും കൂടിയിരുന്ന് ഡിസ്കസ് ചെയ്ത് തീരുമാനമെടുക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ ഉയരണം. കാരണം എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ, ഒരു ഡിസിഷൻ സ്വന്തമായിട്ട് പെട്ടെന്ന് ഭർത്താവ് എടുക്കുന്നു, പിന്നെ അത് കാര്യങ്ങൾ ചെയ്യുന്നു. ഒരു പക്ഷേ ഇതിൻ്റെയൊക്കെ റിസൾട്ട് വീട്ടിലേക്ക് എത്തുന്ന സമയത്തായിരിക്കും ഭാര്യയുടെ പോസ്റ്റിലുള്ള ആ വ്യക്തി ആ കാര്യം അറിയുന്നത്. വളരെ മോശമായൊരു കാര്യമാണ്. എന്തായാലും ഭാര്യയോട് ഷെയർ ചെയ്യൽ ഒരു ഉത്തരവാദിത്തമായിട്ട് കാണുക. അതുപോലെ തിരിച്ചും എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം, പ്രത്യേകിച്ച് വിദേശത്താണെങ്കിൽ പോലും നമ്മളത് ചെയ്യട്ടെ അല്ലെങ്കിൽ ചെയ്യുകയല്ലേ നല്ലത് എന്ന് പരസ്പരം ചോദിച്ച് തീരുമാനിച്ച് അവരുടെ പെർമിഷൻ വാങ്ങി അതിൻ്റെ ഗുണഫലങ്ങൾ, ഭാവിയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പരസ്പരം ചിന്തിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അത് ഉത്തരവാദിത്തപരമായിട്ട് കാര്യങ്ങൾ ചെയ്യുക എന്നതാണ്. അപ്പോൾ ഒരു ഡിസിഷൻ എടുക്കുന്ന സമയത്ത് ഡിസിഷൻ പൂർത്തീകരിച്ച് അല്ലെങ്കിൽ അതിൻ്റെ ഫലം ഉണ്ടാവുന്ന സമയത്ത് മാത്രം നമ്മുടെ ജീവിത സഖിയോ അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ പങ്കാളിയോ അറിയുന്ന ഒരവസ്ഥ ഉണ്ടാവരുത്. അതിന് മുമ്പ് തന്നെ പരസ്പരം പറഞ്ഞ് മനസ്സിലാക്കി. ഒരു പക്ഷേ ഈ രണ്ട് ചിന്തകൾ വ്യത്യസ്തമായതുകൊണ്ട് തന്നെ നമ്മൾ ചിന്തിച്ച് തീരുമാനമെടുത്ത് പ്രാവർത്തികമാക്കാൻ ഉദ്ദേശിക്കുന്ന ആ ഘടകം ഒരു പക്ഷേ നമ്മുടെ പ്രിയപ്പെട്ടവൾ അല്ലെങ്കിൽ പ്രിയപ്പെട്ടവൻ അത് ഇടപെടുന്ന സമയത്ത് അതിലൊരു പക്ഷേ മാറ്റങ്ങൾ വന്നേക്കാം. ആ മാറ്റമായിരിക്കും നമുക്ക് ഉചിതമായിട്ടുള്ള കാര്യം. ഇത് എപ്പോഴും ഇടപെട്ട് മാറ്റങ്ങൾ അല്ലെങ്കിൽ നിർത്തലാക്കപ്പെടുന്ന ഒരു അവസ്ഥയാണെങ്കിൽ ഉള്ള കാര്യമല്ല ഞാൻ പറയുന്നത്. ഒരു പക്ഷേ അത് പ്രിയപ്പെട്ടവരോട് പറയുന്ന സമയത്ത് അവരെടുത്ത് തരുന്ന തീരുമാനങ്ങൾ, അല്ല അതിൻ്റെ ഡീമെറിറ്റ്സ്, അതിൻ്റെ പ്രയാസങ്ങൾ അവർ പറഞ്ഞു തരുമ്പോൾ അതിലുള്ള തിരുത്ത്, ഇതൊക്കെയാണ് നമുക്ക് ഗുണപരമായിട്ട് വാങ്ങുക. പക്ഷേ നമ്മൾ ഉദ്ദേശിച്ച കാര്യത്തെ ഒരു അനുഭവ സമ്പത്തുള്ള ആളായിരിക്കും അപ്പുറത്തുള്ളത്. അവരത് പറഞ്ഞു തരുമ്പോഴായിരിക്കും നമുക്കതിൻ്റെ ഡിസിഷൻ മാറ്റാൻ വേണ്ടി തോന്നുക. എന്തായാലും കാര്യം നടക്കും, പക്ഷെ അതിലൊരു ചെറിയ തീരുമാന വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് മാത്രം. ചുരുക്കത്തിൽ ജീവിതത്തിലെ, ദാമ്പത്യത്തിലെ എന്തു കാര്യങ്ങൾ തീരുമാനിക്കുമ്പോഴും പ്രിയപ്പെട്ടവരായിട്ടുള്ള ദാമ്പത്യത്തിലെ ഓപ്പോസിറ്റ് സൈഡിലുള്ളത് ഭർത്താവട്ടെ ഭാര്യയാവട്ടെ പരസ്പരം അറിഞ്ഞുകൊണ്ട് ചെയ്യുക എന്നത് തന്നെയാണ് നമ്മുടെ മധുരമുള്ള ജീവിതത്തിലേക്ക് എത്താനുള്ള വലിയൊരു ഘടകമായിട്ട് പറയാനുള്ളത്. നമുക്ക് എപ്പോഴും പ്രയാസപ്പെട്ട് തോന്നുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നാലാമതായിട്ട് പറയാൻ പറ്റുന്നത്, അപ്പോൾ നമ്മളിപ്പോൾ ഉദാഹരണമായിട്ട് നമ്മൾ ഭാര്യയിലോ അല്ലെങ്കിൽ ഭർത്താവിലോ എന്തെങ്കിലും ഒരു സ്വഭാവ ദൂഷ്യം കണ്ടെത്തിയിട്ടുണ്ടാവും. ആ സ്വഭാവ ദൂഷ്യം എന്താവട്ടെ, ഇപ്പോൾ ലഹരി ഉപയോഗിക്കുന്ന ഒരു ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഭാര്യയ്ക്ക് അത് ഭയങ്കര ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമായിരിക്കും. അതുപോലെ ഭാര്യയിൽ ഉണ്ടാകുന്ന മറ്റു കാര്യങ്ങൾ, മറ്റ് അനാവശ്യ ബന്ധങ്ങൾ, പ്രശ്നങ്ങൾ, അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവും. ഇതൊക്കെ ഉണ്ടാവുമ്പോൾ സംഭവം നമുക്ക് ഇറിറ്റേഷൻ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ എടുക്കുന്ന എടുത്തുചാട്ട തീരുമാനങ്ങളുണ്ട്. അഥവാ പ്രത്യേകിച്ച് പെട്ടെന്ന് അത് മാറിക്കിട്ടണം, അതിനെന്ത് വില കൊടുത്ത് മാറ്റണം എന്നുള്ള രീതിയിൽ എടുത്തു ചാടിയിട്ട് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. അവിടെയാണ് പൊട്ടലുകൾ സംഭവിക്കുന്നത്. ഇവിടെ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ, ഒരു വ്യക്തിയെ മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് ഒരു പക്ഷെ അവർ വളർന്നു വന്ന സിറ്റുവേഷൻ, അല്ലെങ്കിൽ അവർ ഇടപെടുന്ന സിറ്റുവേഷൻ, അവരുടെ സ്വഭാവ കാര്യങ്ങൾ, അവരുടെ സോഷ്യൽ മെന്റാലിറ്റി, ഇതൊക്കെ അവർ അപകടത്തിൽ എത്തിച്ചേക്കാം. അപ്പോൾ ഈ അപകടത്തിൽ എത്തിക്കുന്നതിനെ പറഞ്ഞു
പറഞ്ഞ് മനസ്സിലാക്കുന്ന രീതിയിലേക്കും അല്ലെങ്കിൽ അവർ നമുക്ക് വേണ്ടപ്പെട്ടവരാണെന്ന് തിരിച്ചറിവ് കൊടുക്കുന്ന രീതിയിലേക്കും കാര്യങ്ങൾ മാറ്റുകയാണ് ആദ്യം ഘടകം എന്ന് പറയുന്നത്. അതിലും ഇല്ലെങ്കിൽ മാത്രമാണ് കണിശമായ കാര്യങ്ങളിലേക്ക് നമുക്ക് പോവേണ്ടതുള്ളൂ. ഇത് എന്തെങ്കിലും ഒരു കാര്യം, ഇപ്പോൾ ചെറിയ 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 കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള, ഇപ്പോൾ ഒരാൾക്ക് വൃത്തി കൂടുതലായിരിക്കും, മറ്റൊരാൾക്ക് വൃത്തി കുറവായിരിക്കും. അപ്പോൾ അത് വൃത്തി കൂട്ടണം, അത് ഭാര്യക്കാവട്ടെ ഭർത്താവിനാവട്ടെ, വൃത്തി കൂട്ടണം എന്നുള്ളൊരു കണിശമായ തീരുമാനം, പെട്ടെന്ന് തീരുമാനം എടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് അതിന് മാറ്റം വരണമെന്നും, പെട്ടെന്നുള്ള ഒരു മാറ്റങ്ങൾ നമ്മൾ ഒരാളുടെ ജീവിതത്തിലും പ്രതീക്ഷിക്കരുത്. അത്ഭുതങ്ങൾ സംഭവിച്ചാൽ മാത്രമാണ് സഡൻലി ഉള്ള ചേഞ്ചുകൾ വരാൻ സാധ്യതയുള്ളൂ. അല്ലെങ്കിൽ അതിങ്ങനെ മാറി മാറി സാവകാശത്തിൽ വരുന്ന ഒരു കാര്യങ്ങളിലേക്ക് നമ്മൾ ചിന്തിക്കണം. സ്വാഭാവികമായിട്ടും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഘടകം എന്തെന്ന് വെച്ചാൽ, അത് ശരിയാവുന്ന പ്രതീക്ഷയിൽ ഇങ്ങനെ ജീവിക്കുന്നതിന് പകരമായിട്ട് സാവകാശത്തിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് അത് ശരിയാക്കി എടുക്കുകയാണ് വേണ്ടത്. ഒറ്റയടിക്ക് മാറിയ അത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കും. അത് ഭർത്താവിലാണെങ്കിലും ഭാര്യയിലാണെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ അതിന് അപ്പുറത്തേക്ക് അതിലും വലിയൊരു ഭവിഷ്യത്ത് വരാൻ സാധ്യതയോ കാണേണ്ടതാണ്. അപ്പോൾ അതിലേക്ക് നമുക്ക് ബെറ്റർ ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, അതിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് പതുക്കെ 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 എന്താണ് ആ പ്രോബ്ലം അതിനെ പതുക്കെ തീർത്തെടുക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് മാറും. പെട്ടെന്നാണെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അത് വീണ്ടും വീണ്ടും പൊട്ടലുകളും പ്രയാസങ്ങളും ഉണ്ടാക്കും എന്നുള്ള കാര്യം തീർച്ച തന്നെയാണ്. വേറൊരു കാര്യം പറയാൻ പറ്റുന്നത്, നമുക്ക് വാക്കുപോരുകൾ ഉണ്ടാവും, തർക്കങ്ങൾ ഉണ്ടാവും, പ്രശ്നങ്ങൾ ഉണ്ടാവും. കാര്യം നിസ്സാരമായിരിക്കാം, പക്ഷേ ദാമ്പത്യത്തിൽ അത് കാട് കയറിപ്പോയി പ്രശ്നം ഉണ്ടാക്കി പരസ്പരം വാശിയാണ്. അഥവാ ഞാൻ പറയുന്നതാണെന്ന് ശരിയെന്ന് ഭാര്യയും, അതേപോലെ തന്നെ താൻ പറയുന്നത് മാത്രമാണ് ശരിയെന്ന് ഭർത്താവും ഷടിച്ച് മുന്നോട്ട് പോകുന്ന ഒരു കാര്യം ഉണ്ടാകുമ്പോൾ അവിടെ ഒരു സൊല്യൂഷൻ അല്ല ഉണ്ടാവുന്നത്, അവിടെ ഒരുപാട് പ്രശ്നങ്ങളാണ് ഉണ്ടാവുന്നത്. ഈ തർക്കങ്ങൾ കാട് കയറി പോയി ദിവസങ്ങളോ അല്ലെങ്കിൽ മാസങ്ങളോ അല്ലെങ്കിൽ മണിക്കൂറുകൾ അത് നീണ്ടുപോകുന്ന ഒരു ദുരവസ്ഥ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ തർക്കങ്ങളിലേക്ക് ഒരിക്കലും കാര്യങ്ങൾ എത്തിക്കാതെ നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. രണ്ടിൽ ഒരാൾ താഴ്ന്നു കൊടുക്കുന്ന ആ സമയത്ത് നമുക്ക് ആർക്കും അതിന് ബോധ്യം ഉണ്ടാവില്ല, തീരുമാനം എടുക്കാൻ കഴിയില്ല. കാരണം നമ്മൾ വിചാരിക്കും മറ്റാൾ താഴ്ന്നു തരട്ടെ, ഇയാൾ വിചാരിക്കും മറ്റാൾ താഴ്ന്നു തരട്ടെ. അത് രണ്ടും സംഭവിക്കാതെ പോകുമ്പോഴാണ് ദാമ്പത്യം വളരെയധികം ഇഷ്യൂ ആയി മാറുന്നത്. അപ്പോൾ രണ്ടിലൊന്ന്. അപ്പോൾ ഭാര്യയാവട്ടെ ഭർത്താവട്ടെ എന്ത് ചിന്തകളിലും സ്വയം ഒരു തീരുമാനം എടുക്കുക. ഇനി ഇങ്ങനെ ഒരു കാര്യം ഉണ്ടാകുമ്പോൾ ഞാനത് കുത്തിപ്പൊക്കി പ്രശ്നം ഉണ്ടാക്കില്ല, ഞാനത് പരമാവധി താഴോട്ടാണ് കാര്യങ്ങൾ ചെയ്യുക, ഞാനത് ഒതുക്കം ഉണ്ടാക്കുന്നത് നല്ലതാണ്, അല്ലെങ്കിൽ അതൊരു വലിയ ഇഷ്യൂ ആയിട്ട് മാറുകയാണ് എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ പോവേണ്ടത്. അപ്പോൾ രണ്ടുപേരും അങ്ങനെ ഉറച്ച തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു പ്രോബ്ലം ഉദിക്കുന്നില്ല എന്നതാണ്. ഓക്കെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചൊരു കാര്യമുണ്ടല്ലോ, രണ്ട് ദിക്കിൽ നിന്ന് പാറി വന്ന പക്ഷികളാണ് അല്ലെ, രണ്ട് വ്യത്യസ്ത സ്വഭാവക്കാരാണ്. സ്വാഭാവികമായിട്ട് ഇത്തരത്തിലുള്ള എല്ലാ ഇഷ്യൂസും വരാൻ സാധ്യതയുണ്ട്. അവിടെ ഒരു പൊരുത്തപ്പെടൽ, അഡ്ജസ്റ്റ്മെന്റ് എന്നുള്ളൊരു ഘടകമാണ് നമുക്കതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉപയോഗപ്പെടുത്തേണ്ടത്. അത് നമ്മളൊക്കെ പറയും, നമുക്കിപ്പോൾ ഇതുപോലെ ക്ലയൻറ്റുകളും കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ നമുക്ക് വരുന്നൊരു കാര്യം ഇതാണ്, അത് ആ സമയത്തൊന്നും ഓർമ്മയില്ല, അപ്പോൾ ദേഷ്യം കയറി കടിച്ചാൽ അല്ല പിടിച്ചിട്ട് കിട്ടില്ല, അത് കടിച്ചിട്ട് നമ്മൾ കണ്ട് അമർത്തിയിട്ട് പ്രശ്നം ഉണ്ടാക്കുകയാണ് എന്നൊക്കെയുള്ള അത് നമ്മളെ തന്നെ സ്വയം കൺട്രോളിൽ നിന്ന്, നമ്മുടെ തന്നെ നിയന്ത്രണത്തിൽ നിന്ന് നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് ആ സമയം മാറുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും നമുക്ക് വരുന്ന ഒരു ഭവിഷ്യത്ത് എന്താണ്, നമ്മുടെ പിഞ്ചു മക്കൾ, നമ്മുടെ കൂടെ ജീവിക്കുന്ന കുട്ടികൾ, അവരുടെ മുമ്പിൽ വെച്ചിട്ടാണ് ഈ നാടകീയ രംഗങ്ങളൊക്കെ ഉണ്ടാവുക. ഇതിൽ ഏറ്റവും വിരോധാഭാസം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഐക്യവും നമ്മുടെ സന്തോഷവും നമ്മുടെ സമാധാനങ്ങളും നമ്മുടെ സ്നേഹവും ഒക്കെ നമ്മുടെ റൂമിൽ വെച്ച് പ്രകടിപ്പിക്കുമ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് ഡൈനിങ് ഹാളിലേക്കോ കുട്ടികൾ പഠിക്കുന്ന ഭാഗത്തേക്കോ ചെന്നിട്ട് അത് ഭയങ്കര ഇഷ്യൂ ആയിട്ട് മാറ്റാറാണ്. അപ്പോൾ ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ കീരിയും പാമ്പും ഉള്ള അവസ്ഥ മാത്രമേ കാണുന്നുള്ളൂ. അവർക്കത് ഫോട്ടോസ്റ്റാറ്റ് പോലെ പകർന്നു കിട്ടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. എന്തായാലും കുട്ടികൾ അത് സംഭവിച്ചിരിക്കും, അവരുടെ ലൈഫ് അങ്ങനെ തന്നെ ആയിരിക്കും. ഒരു പക്ഷെ നമ്മൾ അങ്ങനെ ആകുമ്പോഴും നമ്മുടെ രക്ഷിതാക്കളിൽ നിന്ന് അങ്ങനെ കണ്ടിട്ടുണ്ടാവാം, കേട്ടിട്ടുണ്ടാവാം എന്ന് വരെ നമ്മൾ ചിന്തിക്കണം. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം നമ്മൾ കുട്ടികളുടെ മുമ്പിൽ വെച്ച് ചെയ്യാതിരിക്കുക എന്നുള്ളത് കൂടി ഒരു ഘടകം ഇവിടെ സാന്ദർഭികമായിട്ട് ഉണർത്തുകയാണ്, അല്ലെങ്കിൽ അതൊരു പ്രശ്നമായിട്ട് മാറും എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ ഈ വീഡിയോയിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ് അല്ലേ. എന്ത് ചെയ്യണം എന്ന് പറയുമ്പോൾ, നമുക്ക് ഈഗോ പാടില്ല, പരസ്പരം ആസ്വദിക്കാൻ കഴിയണം, പ്രശ്നങ്ങൾ പോലും ആസ്വദിക്കാൻ കഴിയണം, തീരുമാനങ്ങൾ ഒരുമിച്ചെടുക്കണം. അത് വലിയൊരു ഘടകമാണ് അല്ലേ. തീരുമാനങ്ങൾ ഒരുമിച്ചെടുക്കണം, പരസ്പരം പ്രയാസപ്പെടുത്തരുത്, പരസ്പരം കുറ്റപ്പെടുത്തരുത്. അതിലൊക്കെ ഉപരിയായിക്കൊണ്ട് നമ്മൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ജീവിതത്തിൽ തർക്കങ്ങൾ പരമാവധി കുറക്കുക, ഒരാളെങ്കിലും മറ്റൊരാൾ താഴ്ന്നു കൊടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുക എന്നുള്ള ഈ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ എന്താണ് ദാമ്പത്യത്തിൽ ചെയ്യരുതാത്തത് എന്നുള്ള ചോദ്യത്തിനും കൂടി ഇവിടെ ഉത്തരങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെന്താണ് നമ്മൾ ചെയ്യണം അല്ലെങ്കിൽ ചെയ്യാതിരിക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത്, അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റുകൾ മാത്രമാണ് ചിന്തിക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ ഉള്ള ഉത്തരങ്ങൾ നമുക്ക് ലഭിക്കുമെന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികതയിൽ പറയാനുള്ളത്, ദാമ്പത്യം എന്നുള്ളൊരു ഞാണിന്മേൽ കളിയാണ്. രണ്ട് സ്വഭാവക്കാർ തമ്മിൽ ഒരുമിച്ച് ഒരു
കാര്യങ്ങൾ തീരുമാനിച്ച് മുന്നോട്ട് പോവേണ്ട ഒരു അവസ്ഥയാണ്. സ്വാഭാവികതയിൽ വരുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം. പക്ഷെ അത് ഭാര്യ ഇതാണ് എന്നുള്ളത് പോസിറ്റീവായിട്ട് നമ്മൾ മനസ്സിലാക്കുക. ഭർത്താവ് ഇങ്ങനെയുള്ള ആളാണെന്നുള്ളത് പോസിറ്റീവായിട്ട് നമ്മൾ മനസ്സിലാക്കുക. ഇത് അതാണ് എന്നുള്ളത് തിരിച്ചറിഞ്ഞാൽ കാര്യങ്ങൾ ഓക്കെയാണ്, അല്ലേ? എക്സാമ്പിളായിട്ട് ഇപ്പോൾ വളരെ വൃത്തിയുള്ള ഒരു ഭാര്യയാണെങ്കിൽ, ആ വൃത്തിയിൽ കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്ന ഒരാളാണെങ്കിൽ നമ്മളത് അതിന് എതിരായിട്ട് ചെയ്യുന്നതിന് പകരമായിട്ട് അതിനെ സപ്പോർട്ട് ചെയ്തിട്ട് അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലേക്ക് സംസാരിക്കുന്നതോട് കൂടിയിട്ട് നമ്മൾ ആ വൃത്തിയുടെ കാര്യത്തിൽ എന്തൊക്കെയാണോ കുറ്റപ്പെടുത്തപ്പെടുന്നത് അതിൻ്റെ അളവ് കുറയുന്നു. സ്വാഭാവികമാണ്. അപ്പോൾ ഭാര്യ ഇതാണ്, ഭർത്താവ് ഇതാണെന്നുള്ള പഠനത്തിന് ശേഷം അത് ഉറച്ച് വിശ്വസിച്ച് കാര്യങ്ങൾ പരസ്പരം പ്രോത്സാഹിപ്പിച്ചും കണ്ടെത്തിയും മുന്നോട്ട് പോയാൽ തന്നെ ദാമ്പത്യം മധുരമാക്കി മാറ്റാൻ സാധിക്കുമെന്നുള്ളതാണ്. എല്ലാവരുടെയും ജീവിതം ധന്യമാവട്ടെ, എല്ലാവർക്കും പരസ്പരം പൊരുത്തപ്പെട്ട് നല്ല ജീവിതം നയിക്കാനാവട്ടെ, മക്കളുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കാനാവട്ടെ എന്നൊക്കെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ. നന്ദി, നമസ്കാരം.